പകലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ അല്ലിമലർക്കിളി കനവ് പോലെ പുതു കവിത പോലെ കാറ്റുപോലെ ഓർമ്മയിൽ തള്ളയും ചത്ത് ഇയാൾ എങ്ങനെ വലിയേട്ട അധിക പ്രസംഗി എന്താടി നീ പറഞ്ഞത്? എന്റെ അനിയനാടി അവൻ. ഇവൻ വലിയേട്ടാന്ന് വിളിക്കുമ്പോ അഭിമാനം എനിക്ക്. എന്തിനാ എന്റെ മോളെ നീ തല്ലിയത്? നുള്ളി നോവിച്ചിട്ടില്ല ഞങ്ങള്, അതറിയാവോ? ആ അതിന്റെ ഒരു കുഴപ്പമുണ്ട് അവൾക്ക്. അത് മാറിക്കൊള്ളൂ. ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, ഒരു വടിയും വെട്ടിക്കൊണ്ട് ഞാനിങ്ങ് വരാം. അല്ലാതെ കൈക്കിതെല്ലാം മാത്രമൊന്നും ഇല്ല ഇത്. നോക്ക്, തല്ലുകുള്ളിത്തരം പറഞ്ഞിട്ടാ ഒരു അടി വെച്ച് നിന്നത്. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത്. വട വേദനിച്ചോ മോളെ? വേദനിച്ചു. ഈ വേദനയുടെ ബാക്കി അനുഭവിക്കാൻ പോകുന്നത് അവളാ, കൃഷ്ണവേണി. എന്നെ തല്ലാൻ ആളെ പറഞ്ഞു വിട്ട അവക്ക് കഷ്ടകാലവേണി. ഞാൻ സത്യാവസ്ഥ പറഞ്ഞ് ബോധിപ്പിക്കാനൊന്നും വന്നതല്ല. ഇതുപോലത്തെ വില കുറഞ്ഞ ആരോപണങ്ങളെ ക്ലാരിഫൈ ചെയ്യലല്ല എന്റെ പണി. ഒരു പെൺകുട്ടി ഇവിടെ വന്ന് കരഞ്ഞു വിളിച്ചു പറയുമ്പോ ഞങ്ങൾ പിന്നെ എന്ത് വിചാരിക്കണം? ഒന്നും വിചാരിക്കണ്ട, വിശ്വസിക്കണം. അവളുടെ സ്വഭാവത്തിന് ഇതല്ല, ഇതിലപ്പുറം പറയും. അതെല്ലാം അങ്ങ് വിശ്വസിച്ചേക്കണം. ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ആ കുട്ടിയുടെ ഭാവം കണ്ട് ആരായാലും വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ വേണി എന്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കുന്ന നല്ലത്. ഇനിയുണ്ടാവും ഇതിലും വലിയ അനുഭവങ്ങള്. ഗർഭിണിയാണെന്നൊക്കെ ഒരു പെൺകുട്ടി കള്ളത്തരം പറയൂ? പറയില്ല, അതുകൊണ്ട് വിശ്വസിക്കാം. എന്തായാലും ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കാതിരിക്കില്ലല്ലോ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. എന്താ? ഇങ്ങനെ നുണ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ കുട്ടിക്ക്? നുണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം.
നുണയായിരിക്കുമെന്ന് എനിക്ക് ശരിക്കും സംശയം തോന്നിയിരുന്നു. നുണയാണ് വേണി. വിഷ്ണു കുറച്ചധികം എക്സെൻട്രിക് ആണ്. ചെറുപ്പം മുതലേ എന്നോടുള്ള ഇഷ്ടം ഒരു വാശിയായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു അവള്. ഇവിടുന്ന് ആലോചന വന്നപ്പോഴും വന്ന് ബഹളം വെച്ചിരുന്നു. ഇങ്ങനെയൊക്കെ വന്ന് പറയാനും മാത്രം ധൈര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അത്രയ്ക്ക് ഇഷ്ടമുള്ള കുട്ടി എന്തിനാ വേണ്ടാന്ന് വെച്ചത്? കെട്ടിക്കൂടായിരുന്നോ? കെട്ടി കൂടെ താമസിപ്പിക്കാനുള്ള യോഗ്യതയൊന്നും അവൾക്കില്ല. പിന്നെ നമ്മുടെ മനസ്സിനോട് ഇഷ്ടപ്പെടണ്ടേ? എനിക്കിഷ്ടപ്പെട്ടത് നിന്നെയാ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നാ മതി. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ആ കുട്ടി ഒന്ന് പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. അത്രേ ഉണ്ടായുള്ളൂ. ഇത്രയ്ക്ക് വില കുറഞ്ഞ രീതിയിൽ എന്നെ കുറിച്ച് ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഞാൻ മൂലം ഒരു പെണ്ണ് ഗർഭിണിയായാൽ അവളെ താലി കെട്ടി കൂടെ പൊറിപ്പിക്കാനുള്ള ചങ്കൂറ്റ് എനിക്കുണ്ട്. ഞാൻ കാരണം ഒരു പെണ്ണും കരയേണ്ടി വരില്ല. എത്ര കരഞ്ഞാലും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനൊരു പാഴ്വേല? അച്ഛനും അമ്മയല്ല, മരിക്കേണ്ടത് ഞാനായിരുന്നു. ഞാൻ കാരണം ചേച്ചി. നിന്റെ കാര്യം ചിന്തിക്കേ വേണ്ട. എന്റെ പേടി നിന്നെ കുറിച്ച്. അച്ഛനും അമ്മയ്ക്കും പകരക്കാരെത്തിയിട്ടുണ്ട്. അവര് കൂടിയിരുന്ന് ആലോചിക്കുക പിഴച്ച പെണ്ണിനെ ഇനി എന്ത് ചെയ്യാന്ന്. എന്താ എല്ലാവരുടെയും തീരുമാനം? ഇതിപ്പോ ദോഷം വന്നതിന് പരിഹാരം ചെയ്യണം. എന്താന്ന് വെച്ചാ ഏട്ടൻ തന്നെ ഇങ്ങോട്ട് തീരുമാനിക്കുക. കുലത്തിന് ദോഷം വരാത്തൊരു തീരുമാനം ഉണ്ടാവണം, ഇത്രേ ഉള്ളൂ. അതുമാത്രല്ല, ഇവിടുത്തെ ശിക്ഷ എന്തായാലും മറ്റില്ലങ്ങളിലെ കുട്ടികൾക്ക് അതൊരു പാഠാവണം. അമ്മ എന്തു പറയണു? നീയെ തീരുമാനിച്ചാ മതി ശ്രീധര. എന്തായാലും പിതൃക്കള് കോപിക്കരുത്. ഉചിതമായതങ്ങ് നിശ്ചയിക്കുക. ദോഷം വന്ന് ഇല്ലത്തിന് പേരുദോഷം വരുത്തിയ പെണ്ണ ആരാധന ഉത്തരവാദി എന്ന് പറയില്ലാച്ചാ അത് വ്യഭിചാരത്തിന് തുല്യ. ഒപ്പം ഏട്ടന്റെ ഏടത്തിയിലും ദുർമരണവും. പഞ്ചമത്തിൽ മരണം ഉണ്ടായതുകൊണ്ട് ഇനിയും 5 ആളെ കൂടെ കൊണ്ടുപോകുന്ന ആ ഗണിതം. ശിവനെ, കഷ്ടം വന്ന് പെട്ടൂലോ. ഈ കഷ്ടമെല്ലാം പെണ്ണുണ്ടാക്കിയ ദോഷം കൊണ്ടാ. അതുകൊണ്ട് ആചാര്യമഠത്തിൽ നിന്നും ജഗന്നാഥൻ തിരുമനസ് വരട്ടെ. ദോഷം വന്ന പെണ്ണിനെ പഴയ ആചാരപ്രകാരം തന്നെ സാധനമാക്കി കണ്ട് സ്മാർത്ഥ വിചാരം നടത്തുക. അതാ ഇപ്പൊ കാണുന്ന പരിഹാരം. ആയിക്കോട്ടെ, അതാ ഉചിതം. അതാ ശരിയായിട്ട് തോന്നണത്. കർമ്മദോഷം തീരാൻ സ്മാർത്ഥൻ തന്നെയാ നല്ലത്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ഇറങ്ങി വാ. ഞാൻ വന്നോളാം. അച്ഛൻ ചെന്ന് എന്നെ തല്ലാൻ ഇത്ര ധൈര്യം എന്താണെന്ന് ചോദിക്കും. പറ്റി അതുപോലെ തിരിച്ചു കൊടുക്ക്. എനിക്ക് കാണേണ്ടത് വല്യേട്ടനെയല്ല, രഘുവേട്ടനെയാ. രഘുപതി അകത്തുണ്ടാവും, നീ വാ. ഇല്ല, രഘുവേട്ടൻ ആ തെങ്ങുതോപ്പിലുണ്ട്. വരണ വഴിക്ക് കണ്ടു ഞാൻ. എങ്ങോട്ടാ?
ഉത്സവത്തിന് പോവാ, കഥകളി കാണാൻ. എന്താ? ഓ ആ. ഉവ്വ. ഒരു 4 കരിക്കൂടി ശങ്കര. എന്താ ഒരു ചൂട്. കരിക്കൊഴിച്ച് കഴിക്കാൻ വല്ലതും വേണോ കൊച്ചമ്പ്ര? നല്ല കത്തിച്ചാ കത്തുന്ന സാധനം ഇരിപ്പുണ്ട്. നെല്ലിന്റെ ആവി മാറ്റിയതാ. ഒന്ന് പതുക്കെ പറയേണ്ട ഗോപാല. ഏട്ടത്തി എങ്ങാനും കേട്ടോണ്ട് വന്നാ ഇന്ന് എന്റെ പുറത്ത് ചെണ്ടമേളായിരിക്കും. ദാ ഇന്ന് ചെണ്ടമേള അല്ല, പഞ്ചവാദ്യ. കാതടയ്ക്കുന്നവർ കേക്കാം. ദാ വരുന്നുണ്ട്. ഇതാര്? എപ്പോ വന്നു? മൊത്തം കാട് പിടിച്ച് കിടക്കായിരുന്നു. ഒന്ന് വെട്ടിത്തെളിക്കാമെന്ന് വിചാരിച്ചു. പറമ്പ് കിളച്ചിട്ട് എന്താ കാര്യം? വെട്ടിത്തെളിക്കേണ്ട കാടൊക്കെ രഘുവേട്ടന്റെ മനസ്സിലല്ലേ? പതിവ് പല്ലവി തന്നെ തുടങ്ങാനാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാമല്ലോ. അല്ലെങ്കിൽ കേൾക്കാൻ ഭാഗത്തിന് പറയാനാ ഞാൻ വന്നത്. അറിഞ്ഞില്ലേ വല്ലേട്ടൻ വന്നെന്റെ കവളിത്തല്ലി ഷോ കാണിച്ചത്? വെല്ലിയേട്ടൻ ഒരു അടിയല്ലേ തന്നുള്ളൂ. ആ സമയത്ത് ഞാനാണ് വന്നിരുന്നെങ്കില് അടിച്ച് പൊട്ടിച്ചേനെ നിന്റെ കവള്. എന്നെ തല്ല്, ഇപ്പൊ തല്ല്. അത് കൊണ്ടിട്ടേ ഞാൻ പോന്നുള്ളൂ. വേണ്ട, തല്ലിയാലൊന്നും ശരിയാവില്ല നീ. അതുകൊണ്ട് ക്ഷമിച്ചതാ ഞാൻ. എന്ത് ധൈര്യത്തിലാ നീ വേണിയോട് ചെന്ന് വേണ്ടാത്തൊക്കെ പറഞ്ഞത്? ഞാൻ എന്തു പറയും? രഘുവേട്ടനെ എനിക്ക് കിട്ടാൻ വേണ്ടി എന്ത് വേണ്ട നീನು പറയും. ഞാൻ പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും വേണിയൊന്നും വിശ്വസിക്കില്ല. ഞാൻ അവളെ വേണ്ടാന്നും വെക്കില്ല. പിന്നെ എന്തിനാ ഈ പാഴ്വേല? പാഴ്വേലയൊന്നുമല്ല, രഘുവേട്ടന്റെ കാര്യത്തിൽ ഞാൻ 100% സീരിയസ് ആണ്. വിഷ്ണു, ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല സ്നേഹം. ഞാനിത് പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ കിട്ടില്ല, കിട്ടിയാലൊട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റില്ല. 100% നീ സീരിയസ് ആണെങ്കിൽ ഞാൻ അതിന് നേരെ എതിരാ. 1% പോലും നീ എന്റെ മനസ്സിലില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര കാര്യം എനിക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ വന്നത്? ആ ആഗ്രഹം വെച്ചല്ല ഞാൻ ജീവിച്ചത്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അനാവശ്യമായിട്ട് പ്രതീക്ഷിക്കുകയായിരുന്നു നീ, ഒരു കാര്യമില്ലാതെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണമേനയുടെ സൗന്ദര്യം കണ്ടപ്പോ എന്റെ മനപ്പുറം ഒഴിവാക്കാണ് രഘുവേട്ടൻ. അതിന് വേണിക്ക് ഒരുപാട് സൗന്ദര്യമൊന്നും ഇല്ലല്ലോ വിഷ്ണു. നീ അവളെക്കാളും മോശമല്ല. പിന്നെ പിന്നെ എന്തുകൊണ്ടാ രഘുവേട്ടൻ എന്നെ ഒഴിവാക്കുന്നത്? അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. മനസ്സുകൊണ്ട് നിന്നേക്കാൾ 100 ഇരട്ടി സൗന്ദര്യ വേണിക്ക്. അതറിയണമെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ പാകതയും പക്വതയൊക്കെ വരണം. ഇത് കൂടുതലൊന്നും എന്നെ നന്നാക്കാൻ ശ്രമിക്കേണ്ട രഘുവേട്ടൻ. അവളെ വെച്ച് എന്നെ കമ്പയർ ചെയ്യേ വേണ്ട. എനിക്കറിയേണ്ടത് രഘുവേട്ടൻ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുമെന്നാണ്. ഇനി ഇത് വേണ്ടാന്ന് വെക്കാനോ? അത് നടക്കാത്ത കാര്യമാണ്. അഭിപ്രായം മാറില്ലല്ലേ? ആണുങ്ങൾ ആരെങ്കിലും അഭിപ്രായം മാറ്റിയോടി? മാറ്റേണ്ടി വരും. ഈ അഭിപ്രായങ്ങളൊക്കെ മാറ്റേണ്ടി വരും രഘുവേട്ടാ. മനസ്സിലായില്ല? മനസ്സിലാവും. കൃഷ്ണവേണി മരിക്കുമ്പോഴെങ്കിലും ഞാൻ അവളെ കൊല്ലുമ്പോഴെങ്കിലും. ആദിത്യ, നിനക്ക് പറയാൻ നിന്റെ ന്യായങ്ങൾ പലതും ഉണ്ടാവും. അതൊക്കെ കേട്ടു നിന്ന് നിന്റെ വീരകൃത്യങ്ങൾ സമ്മതിച്ചു തരാൻ വന്നല്ല ഞാൻ. എന്ത് വീരകൃത്യം ശേഖരമാമേ? തെറ്റ് ചെയ്താൽ കുട്ടികളെ ശിക്ഷിക്കണം, അതൊരാവശ്യം തന്നെയാ. ഞങ്ങളുടെ കുട്ടികൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് ആരാ അതിന് അധികാരം തന്നത്? ആദ്യം രാജേന്ദ്രനെ രഘുപതി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ലി, അത് ഉത്സവപ്പറമ്പിൽ വെച്ച്. കുഴപ്പമുണ്ടാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ക്ഷമിച്ചിരുന്നപ്പോഴാ വീട്ടിൽ കയറി വന്ന് നീ എന്റെ മോളെ തല്ലിയത്. ഇതെന്താ, നിങ്ങൾക്ക് തല്ലി കളിക്കാനുള്ള കളിപ്പാട്ടാണോ ഞങ്ങളുടെ മക്കള്? രഘുപതി അങ്ങനെ ഒരു കാര്യമില്ലാതെ തല്ലില്ല ആരെയും. അവനിത്തിരി ദേഷ്യം കൂടുതലാ. അതുകൊണ്ട് ചിലപ്പോ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടാവും അവന്റെ പെരുമാറ്റം. പക്ഷേ അതുപോലൊന്നും അല്ല സ്വാമി. ഒരാളോടും വഴക്കിന് പോയിട്ടില്ല ഇതുവരെ. പിന്നെ ഒരടി കൊടുക്കേണ്ട സ്വഭാവം തന്നെയല്ലേ വിഷ്ണു കാണിച്ചത്. ശേഖരമാം അതൊന്നും മനസ്സിലാക്കാത്ത എന്താ? പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ കരണത കൈവച്ചെങ്കിൽ അതിന് സമാധാനം ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇപ്പൊ എന്താ ശേഖരമാമയ്ക്ക് വേണ്ടത്? സമാധാനം പറയണോ? ഞാൻ പറയാം. കൊച്ചുകുട്ടിയുടെ ഒരു വിവരക്കേടാണല്ലോ എന്ന് കരുതി പൊറുക്കാൻ പറ്റില്ല എനിക്ക്. ചെയ്തത് അവിവേകമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്ക്. ഇനിയുണ്ടാവില്ല അങ്ങനൊന്നും. നിനക്ക് തോന്നുമ്പോ തല്ലാനും പിന്നെ ക്ഷമ പറയാനും നിന്നു തരണോ ഞങ്ങള്? അത് നടക്കില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നിൽക്കുന്ന പൊടിക്കൊച്ചില്ലേ നിന്റെ അനിയത്തി, അതിനെ മുഖമടച്ചൊന്ന് കൊടുക്കട്ടെ ഞാൻ. എന്നിട്ട് സൗകര്യം പോലെ ക്ഷമ പറഞ്ഞോളാം.
അവള് തെറ്റ് കാണിച്ചെന്ന് തോന്നിയ ശേഖരമാമയ്ക്ക് ശാസിക്കാം. അതിലൊരു തെറ്റുമില്ല. എന്റെ കുട്ടികൾ അങ്ങനെ തെറ്റ് ചെയ്യില്ല. ഞാൻ പറയുന്ന വഴിക്ക് നടക്കും അവര്. അതൊക്കെ വെറും തോന്നലല്ലേ ആദിത്യ. ഇതൊക്കെ വളരുമ്പോ വഴിപിടിച്ചു പോവില്ലെന്ന് ആര് കണ്ടു? ശേഖരമാമേ, സംസാരിക്കാം അതെന്നെ കുറിച്ച്. ഞാൻ അനുസരിക്കാനും ക്ഷമ ചോദിക്കാനും ഒക്കെ തയ്യാറാണ്. അത് എന്റെ കാര്യത്തിൽ മാത്രം. അല്ലാതെ എന്റെ കുട്ടിയെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാൽ നിയന്ത്രണം വിട്ടുപോകും എന്റെ. ഓ പിന്നെ നിയന്ത്രണം വിട്ടാ നീ ഏതുവരെ പോകും? എവിടം വരെ വേണമെങ്കിലും പോവും. അത് ശരിക്കറിയാവുന്നതും അമ്മായിക്കാം. പടിഞ്ഞാറ്റയിലെ ഊട്ടുപുരക്കകത്ത് വെച്ച് ഒരു ചെറുമൻ ചെറുക്കന്റെ കൈക്ക് വെട്ടിയിട്ടുണ്ട് ഞാൻ. പിന്നെ അതിന്റെ പേരിൽ ഒരു കോളനി മുഴുവൻ ഇളകി വന്നിട്ടും ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ആദിത്യൻ. ശേഖരമാമയ്ക്ക് മനസ്സിലാവില്ല അതൊന്നും. ഇതൊക്കെ നിങ്ങളുടെ കെട്ടുകല്യാണത്തിന് മുമ്പുള്ള കഥയാ. വിളിച്ചു കയറ്റിയതാണോ കടന്നു പിടിച്ചതാണോ എന്ന് ചോദിച്ചിട്ടല്ല ഞാനന്ന് വെട്ടുകത്തിയെടുത്ത് വീശിയത്. അതറിയാവുന്നിടത്തോളം സംസാരിക്കരുതിന്റെ അടുത്ത്. സ്ഥാനം കൊണ്ടല്ലാതെ പ്രായം കൊണ്ടും പക്വത കൊണ്ടും എന്റെ അമ്മായിയാകാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. എന്റെ മോളെ തല്ലിയാൽ അത് ചോദിക്കാനുള്ള യോഗ്യതയൊക്കെ ഞങ്ങൾക്കുണ്ട്. മതി പറഞ്ഞത്. സംസാരിക്കരുതെന്ന് ആദിത്യനൊരു വാക്ക് പറഞ്ഞാൽ പിന്നൊരില പോലും അനങ്ങരുത്. അത് മോമനായാലും മച്ചാനായാലും. സ്വാമി, എന്താ ഇത്? ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മാറി നിൽക്ക്. ഇപ്പൊ തല്ലിയതല്ലേ ഉള്ളൂ. ഇനി എന്റെ കുട്ടികളെ ദ്രോഹിക്കുകയാണെന്ന് തോന്നിയാൽ ചെറുമന്റെ കൈക്ക് വെച്ച കത്തി ഞാൻ കഴുത്തിന് നേരെ പിടിക്കും. അതാരുടെ ആയാലും. പറഞ്ഞേക്ക് ഭർത്താവിനോട് മക്കളോട്. ഒന്ന് പോയി ശേഖരമാമേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വന്ന് സംസാരിക്കാം. എനിക്ക് പേടിയാവുക. നീ പേടിക്കണ്ട. വലിയേട്ടൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കുട്ടികള് പേടിക്കാനോ? ശേഖരമാമ ഇങ്ങോട്ട് വന്നേ. എന്നെ ശരിക്കറിയില്ല അവന്. പേടിപ്പിച്ചാൽ പേടിക്കില്ലെന്ന് പറഞ്ഞേക്കാം അവനോട്. ഓ, പറഞ്ഞേക്കാം. ഇവിടെ ആരും പേടിപ്പിക്കുന്നില്ല. തൽക്കാലം ശേഖരമാമ എന്ന് പോ. ഇറങ്ങിപ്പോവാൻ ദേവീത്ര മയത്തിലൊന്നും പറയണ്ട. കാര്യം മനസ്സിലായി ഞങ്ങൾക്ക്. ഞാൻ ഇറക്കി വിടുന്നൊന്നുമല്ല. ശേഖരമാമ ഇനി ഇവിടെ നിന്നാ അത് വലിയ വഴക്കാവും. കുറച്ച് വഴക്കാവട്ടെ എടുത്തി. വീട്ടിൽ കയറി വന്ന് എന്നെ തല്ലിയതല്ലേ? അത് ചുമ്മാ അങ്ങ് സഹിച്ചോണ്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? മോള് പറയുന്നൊക്കെ ഏട്ടത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം അച്ഛനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോ. മതി ഏട്ടത്തി. മുമ്പ് വന്നപ്പോഴും ഞാൻ പറഞ്ഞതാ, അഭിനയിച്ച് അങ്ങനെ തകർക്കരുതെന്ന്. ഈ സിംപ്ലിസിറ്റികളിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷം ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? വിഷമാണെങ്കിൽ വിഷം. അത് സഹിക്കാൻ വിഷ്ണു ഇങ്ങോട്ട് വരണ്ട. അപ്പൊ തീരില്ലേ കാര്യങ്ങൾ? എന്തിനാ കുട്ടി നീ ഇങ്ങനെ ക്ഷമയെ പരീക്ഷിക്കുന്നേ? ഏട്ടത്തിയുടെ അല്ല, എന്റെ ക്ഷമയാ നിങ്ങൾ പരീക്ഷിക്കുന്നത്. ഇവിടെ വരണ്ടാന്ന് പറഞ്ഞ ഏട്ടത്തി തന്നെ ആരതി ഒഴിഞ്ഞ് എന്നെ അകത്ത് കയറ്റിയിരുത്തും. അതുവരെ തല്ലിയലല്ല, കൊന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ ചെയ്യും. വാച്ച മാഷേ, വരുന്ന 15-ാം തീയതി ഉള്ളത് നല്ല മുഹൂർത്തമാ. അത് കഴിഞ്ഞാ പിന്നെ അടുത്ത മാസം അവസാനേ ഉള്ളൂ. അടുത്ത മാസം ആവുന്നതാ നല്ലത്. കുറച്ച് സാവകാശം കിട്ടുമല്ലോ. പക്ഷേ അവരതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് നടത്താനായിരിക്കും അവർ തീരുമാനിക്കുക. അങ്ങനെ നടത്തേണ്ടി വന്നാ എനിക്ക് കുറച്ച് കഷ്ടപ്പാട് കൂടുന്നേ ഉള്ളൂ. കഷ്ടപ്പാടെന്ന് പറഞ്ഞത് കാശിന്റെ കാര്യമാണോ? എന്റെ കുട്ടിയെ ഇറക്കി വിടാനുള്ള കാശൊക്കെ ഞാൻ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കല്യാണമെന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ അടുപ്പിക്കണ്ടേ. ഒട്ടും പ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് ഇങ്ങനെ ആലോചന വരുമെന്നും അത് വന്നിങ്ങനെ മുറിവെന്നും. കല്യാണം ഒരു യോഗമാ, അതും ഇതുപോലൊരെണ്ണം. കാശും സ്വർണ്ണവും ഒന്നും വേണ്ട.
പെണ്ണിനെ മാത്രം മതിയെന്നല്ലേ അവര് പറയുന്നത്. നാളെ എപ്പോഴാ അവര് വരിക? രാവിലെ 9 മണിവരെ രാവുകാലവാ. അത് കഴിഞ്ഞിട്ടേ ഇറങ്ങൂ. എന്താ അവരിഞ്ഞെത്താൻ ധൃതിയായോ? എനിക്കൊരു ധൃതിയില്ല. പക്ഷേ വിചാരിച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് ഇതെല്ലാം നടക്കുമ്പോ ഒരു പ്രതീക്ഷയുണ്ട്, കുറച്ച് പരിഭ്രമം. എന്നാ പിന്നെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങിയ. രാത്രിയായാൽ വീട്ടിൽ കയറിക്കൊള്ളുന്ന ഓർഡർ. വീട്ടിലെ ഞാനല്ല, അവളാ പോലീസ്. സാർ നാളെ വരില്ലേ? ഞാൻ പിന്നെ വരാതിരിക്കൂ. ഈ മാസ്റ്റർ ഒരു കാര്യം. ഹലോ കൃഷ്ണേച്ചി, ഇത് ഞാനാ. ലച്ചു, എന്താ മോളെ? കൃഷ്ണേച്ചി, എന്നെ വിചാരണ ചെയ്യാൻ പോവോ? വിചാരണയോ? സ്മാർത്തനും ഓദിക്കനും ഒക്കെ വരുക നാളെ. ഞാൻ എന്താ ചെയ്യേണ്ടത് കൃഷ്ണേച്ചി? പേടിയാവോ എനിക്ക്? വിചാരണ കഴിഞ്ഞ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നൊക്കെ പറയുന്നു. ലച്ചു, ലച്ചു, ലച്ചു.